വെളുപ്പിന് 4 മണിക്കാണ് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടുന്നത്. ഗാന്ധിനഗർ സ്റ്റേഷനിലേക്കാണ് മെസ്സേജ് കിട്ടിയത്. അത് ആലുവ സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്ത് ആലുവയിൽ നിന്നാണ് ആദ്യമായിട്ട് ഇവിടെ ഫയർ യൂണിറ്റ് എത്തുന്നത്. അത് വിളിച്ച പ്രകാരമാണ് എറണാകുളം, പട്ടിമറ്റം, പെരുമ്പാവൂര്, ആലുവ, ഏലൂര് അങ്ങനെ 6 സ്റ്റേഷനുകളിൽ നിന്നുള്ള 8 യൂണിറ്റാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ബ്രഹ്മപുരം പോലത്തെ ഒരു അവസ്ഥയാണ്. ഇവിടെ ഏകദേശം 1.5 ഏക്കർ സ്ഥലത്ത് അവിടെ തീ പടർന്നിരിക്കുകയാണ് ഞങ്ങൾ വരുന്ന സമയത്ത്. എന്തൊക്കെയാണ് ഇതിനകത്തുണ്ടായിരുന്ന സാധനങ്ങൾ? അല്ല, ബ്രഹ്മപുരത്ത് മുഴുവൻ മാലിന്യമുണ്ട്. മാലിന്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ഉണ്ട്, മരമുണ്ട്, സ്പോഞ്ച് ഉണ്ട്, യാതൊരു ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് പരമാവധി. ബ്രഹ്മപുരത്തിനേക്കാൾ മോശമായ അവസ്ഥയാണ്. അത്രയ്ക്കും സ്പോഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തേക്ക് കയറി വർക്ക് ചെയ്യാൻ എളുപ്പമല്ല. അത് തന്നെയല്ല, ഒരു ഹിറ്റാച്ചി വിളിക്കുക എന്നുള്ള കേസ് വാർഡ് മെമ്പറിൻ്റെ അടുത്തും ഇവിടുത്തെ ഇതിൻ്റെ ഉടമയോടൊക്കെ പറഞ്ഞിട്ടൊന്നും ഇതേവരെ 4 മണിക്ക് വന്നപ്പോൾ പറഞ്ഞാണ് ഇതേവരെ അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ടില്ല. അതില്ലാതെ ഇത് പൂർണ്ണമായിട്ട് അണയ്ക്കാനും സാധിക്കില്ല. പിന്നെ പുറത്തേക്കുള്ള അപകടം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. മറ്റു വീടുകളിലേക്കുള്ള യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാവാത്ത രീതിയിൽ ഫയർ എഞ്ചിൻ ചുറ്റും ഹോസ് ലേ ഔട്ട് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ വെള്ളം ഒഴിക്കും തോറും വീണ്ടും കത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഇങ്ങനെ ഇളക്കി മാറ്റിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ബ്രഹ്മപുരത്ത് ചെയ്തതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനകത്തേക്ക് തന്നെ വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമാണ് ഈ തീ അണയുള്ളൂ. അല്ലാതെ നമ്മൾ പാഴ്പണിയാണ് അല്ലെങ്കിൽ ചെയ്യുന്നത്. ചിലത് കുടപ്പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ആ സമയത്ത് ഒരു ആശ്വാസം തോന്നുമെങ്കിലും വീണ്ടും ഇത് കത്തും. പൂർണ്ണമായിട്ട് ഇളക്കി മറിച്ച് വെള്ളം അടിച്ചെങ്കിൽ മാത്രമാണ് തീ അണയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നത് ഒരു നമ്മുടെ നിയന്ത്രണമായൊരു സാഹചര്യമാണ്. ഇതൊരു പൂർണ്ണമായി ഇത് നമ്മുടെ ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്ര സമയം വേണ്ടി വരും, അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇത് യന്ത്ര സഹായത്തോടുകൂടി മാത്രമാണ് ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. യന്ത്രം ഇവിടെ എത്ര എണ്ണം കൂടുതൽ കിട്ടുന്നോ അതനുസരിച്ച് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ സാഹചര്യം. പോലുള്ള യന്ത്രങ്ങൾ വന്നാൽ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും.